ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് പ്ലാറ്റോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആധുനിക ഇന്ത്യ ചരിത്രത്തിൽ ദേശീയതയ്ക്ക് ഏറ്റവും ഊർജം നൽകിയ സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കുന്നത്. 1885 ഡിസംബർ 28 ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ച്, ബോംബെയിലുള്ള ഈ ഒരു കോളേജിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറവിയെടുക്കുന്നത്. അതിനുശേഷം ഇന്ത്യൻ ദേശീയതയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമുക്ക് അതിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമാകുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു അതിൻ്റെ പേര്. ഇന്ത്യൻ നാഷണൽ യൂണിയൻ. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിക്കുന്നത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേര് നിർദ്ദേശിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് A.O. ഹ്യൂം അല്ലെങ്കിൽ അലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയാണ്, വിദേശിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി അലൻ ഒക്ടോവിയൻ ഹ്യൂം അല്ലെങ്കിൽ A.O. ഹ്യൂം എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ രൂപീകൃതമായ വർഷം 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഘടനയ്ക്ക് രൂപീകൃതമാവുന്നത്. ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് W.C. ബാനർജിയാണ്. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദാദാഭായ് നവറോജി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയെ കുറിച്ച് പറയുമ്പോൾ പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ എന്ന പുസ്തകം എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ് ദാദാഭായ് നവറോജി. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റാണ് W.C. ബാനർജി, നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സെക്രട്ടറി അലൻ ഒക്ടോവിയൻ ഹ്യൂം നമ്മൾ പറഞ്ഞു. ആദ്യ സമ്മേളനം നടന്നിട്ടുള്ളത് ബോംബെയിൽ വെച്ചിട്ടാണ്. ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചിട്ടാണ് സമ്മേളനം നടന്നത്. സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ജി സുബ്രഹ്മണ്യ അയ്യരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. പാഴ്സി മതക്കാരനായിട്ടുള്ള ആദ്യ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി. ഓർക്കണം, അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേര് നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് പോവേർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ബദറുദ്ദീൻ ത്യാബ്ജി. പാഴ്സി മതക്കാരൻ ദാദാഭായ് നവറോജി. മുസ്ലിം മതക്കാരനായിട്ടുള്ള പ്രസിഡന്റ് ബദറുദ്ദീൻ ത്യാബ്ജി. ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റ് പി അനന്ത ചാർലു. 1891 പി അനന്ത ചാർലു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് മാറുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഒരു മലയാളിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് സി ശങ്കരൻ നായർ അധ്യക്ഷനായിരുന്ന സമ്മേളനം അമരാവതി സമ്മേളനമാണ്. 1897 സി ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് മാറുന്നത്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വിദേശികളായിട്ടുള്ള പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യക്കാരായിട്ടുള്ള പ്രസിഡന്റാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജ് യൂൾ. 1888
അതുപോലെ 2 പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ വിദേശിയാണ് വില്യം വേഡർബേൺ. വില്യം വേഡർബേൺ 1889 പിന്നെ 1910 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതുപോലെ സ്വരാജ് എന്ന പ്രമേയം, ഇന്ത്യക്കാർക്ക് എന്ന് പറയുന്ന സ്വരാജ് എന്ന പ്രമേയം ആദ്യമായിട്ട് പാസ്സാക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനമാണ് 1906 കൊൽക്കത്ത സമ്മേളനം. ഈ കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ദാദാഭായ് നവറോജിയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട സൂറത്ത് സമ്മേളനം, പല പ്രാവശ്യങ്ങളിൽ എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്നതാണ് സൂറത്ത് സമ്മേളനം. സൂറത്ത് സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ അറിയപ്പെട്ടത് മിതവാദികൾ, അധികം കാര്യങ്ങൾ ചോദിച്ചു വാങ്ങാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ട് മിതവാദികളായിരുന്നു. എന്നാൽ തീവ്രവാദികൾ, ബാലഗംഗാധര തിലകൻ്റെ ഒക്കെ അനുയായികളായിട്ടുള്ള ആളുകൾ, അവർ ഒന്നും കൂടെ എക്സ്ട്രീം ആയിരുന്നു. അതുകൊണ്ട് അവർ തീവ്രവാദികൾ. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്പ്ലിറ്റ് ആകുന്നു, 2ആയിട്ട് മാറുന്നു സൂറത്ത് സമ്മേളനത്തിൽ വെച്ച്. മിതവാദികളും തീവ്രവാദികളുമായി മാറുന്ന സമ്മേളനമാണ് സൂറത്ത് സമ്മേളനം. 1907 ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ്. സൂറത്ത് സമ്മേളനം നടക്കുന്നത് 1907 മിതവാദികളും തീവ്രവാദികളുമായിട്ട് വേർപിരിയുന്നു. ആ സൂറത്ത് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷാണ്. പിന്നെ അതിനുശേഷം കോൺഗ്രസിന് ഒരു ഭരണഘടന ആവശ്യമാണെന്ന് ആദ്യം അഭിപ്രായപ്പെട്ടത് ആനന്ദ മോഹൻ ബോസ്. അതുപോലെ നമ്മുടെ ഭരണഘടനയുടെ പുറംചട്ട കവർ പേജ് ചെയ്തിട്ടുള്ളത് നന്ദലാൽ ബോസാണ്. അപ്പോൾ ഒരു സാദൃശ്യമുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. കോൺഗ്രസിന് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആനന്ദ മോഹൻ ബോസാണ്. കോൺഗ്രസിൻ്റെ ആദ്യ ഭരണഘടന ഉണ്ടാക്കിയ സമ്മേളനം 1908 മദ്രാസ് സമ്മേളനത്തിൽ വെച്ചാണ് കോൺഗ്രസിൻ്റെ ഭരണഘടന ഉണ്ടാക്കുന്നത്. അതിൻ്റെ അധ്യക്ഷനും റാഷ് ബിഹാരി ഘോഷാണ്. സൂറത്ത് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും റാഷ് ബിഹാരി ഘോഷാണ്. ഇനി അടുത്ത ഒരു ഫാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഫാക്റ്റാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം 1896 കൽക്കട്ട സമ്മേളനം. ദേശീയ ഗാനം ആലപിക്കുന്നതും കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ്. പക്ഷെ വർഷം മാറ്റമുണ്ട്. 1911 ആദ്യമായി ജനഗണമന എന്ന് പറയുന്ന ദേശീയ ഗാനം ആദ്യമായി ആലപിക്കുന്നത്. 1911. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് BN ദാർ ആണ്. BN ദാർ 1911 കൽക്കട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ BN ദാർ. ഇനി കുറച്ച് വനിതകളെ നമുക്ക് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് നമുക്കറിയാം ആനി ബസന്റ് പ്രസിഡന്റ് ആവുന്നത് 1917 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ്. ഇനി ആനി ബസന്റ് ഒരു വിദേശിയായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാം സരോജിനി നായിഡു. 1925 കാൺപൂർ സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിട്ട് മാറുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ മൂന്നാമത്തെ വനിത നെല്ലിസൺ ഗുപ്ത 1933 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ് പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ ആദ്യത്തെ വനിത ആനി ബസന്റ് വിദേശിയായിരുന്നു. ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. മൂന്നാമത്തെ പ്രസിഡന്റ് നെല്ലിസൺ ഗുപ്തയാണ്. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധി. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ INCയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് നമുക്കറിയാം ഇന്ദിരാഗാന്ധിയാണ്. 1959 ഡൽഹി സമ്മേളനത്തിൽ വെച്ചാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് മാറുന്നത്. എന്നാൽ സ്വതന്ത്രാനന്തരം കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ വനിതയാണ് സോണിയാഗാന്ധി. 1998 മുതൽ 2017 വരെയുള്ള കാലഘട്ടം. അതിനുശേഷവും ഇടക്കാലമായിട്ടും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം പ്രസിഡന്റായ വ്യക്തിയാണ്
സോണിയ ഗാന്ധി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഫാക്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ, ബംഗാൾ വിഭജന സമയത്ത് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് BN ദാർ ആണ്. ഇനി അതുമായി വേറെ കുറച്ച് ഫാക്ട് കൂടി നമുക്കൊന്ന് നോക്കാം. മിതവാദികളും തീവ്രവാദികളുമായിട്ട് നമ്മൾ 1907 വേർപിരിച്ചു സൂറത്ത് സമ്മേളനത്തിൽ വെച്ചിട്ട്. പിന്നീട് ആ രണ്ട് വിഭാഗവും മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും, മിതവാദികളും തീവ്രവാദികൾ എന്ന് പറയുമ്പോൾ ഇവിടെ തീവ്ര ദേശീയവാദികൾ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. മിതവാദികളും തീവ്ര ദേശീയവാദികളും ഒന്നിക്കുകയുണ്ടായി. അത് 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചാണ്. 1916 ലക്നൗ സമ്മേളനം 1907 സൂറത്ത് സമ്മേളനത്തിൽ രണ്ടായ വിഭാഗക്കാർ ഒന്നായി 1916 ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ട്. ആ സമ്മേളനത്തിന്റെ അധ്യക്ഷം വഹിച്ചത് RC മജുംദാർ ആണ്. അങ്ങനെ 1915 നമ്മുടെ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നു. അതിനുശേഷം ചമ്പാരൻ, അലഹാബാദ്, കേദ എന്നീ സത്യാഗ്രഹങ്ങൾക്ക് നേതൃത്വം നൽകി. പിന്നെ മാസമായിട്ടുള്ള ഒരു സമരം നടക്കുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൽക്കട്ട സ്പെഷ്യൽ സമ്മേളനമാണ്. 1920 കൽക്കട്ട സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതിന് അംഗീകാരം നൽകിയത് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചാണ്. അപ്പോൾ 1920 നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ കോൺഗ്രസ് നൽകുന്നത്. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് ഗാന്ധിജി. 1915 ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്നത്. അതിനുശേഷം ഗാന്ധിജി അതിനു മുമ്പ് തന്നെ ഗാന്ധിജി കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം 1901 കൽക്കട്ട സമ്മേളനം. 1901 കൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധി ആദ്യമായി പങ്കെടുത്ത ഒരു കോൺഗ്രസ് സമ്മേളനം. ഇനി അടുത്തത് നെഹ്റു പങ്കെടുത്ത ആദ്യ സമ്മേളനം. അത് 1912 ബാങ്കിപൂർ സമ്മേളനമാണ്. ഇനി ഗാന്ധിജി അധ്യക്ഷനായ ഏക സമ്മേളനം 1924 ബൽഗാം സമ്മേളനം. ബൽഗാം കർണാടകയിലെ ബൽഗാമിൽ വെച്ചിട്ടുള്ള സമ്മേളനത്തിലാണ് ഗാന്ധിജി 1924 ഗാന്ധിജി ആദ്യമായിട്ട് അധ്യക്ഷനാകുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ് പൂർണ്ണ സ്വരാജ് എന്നുള്ള ആവശ്യം ആദ്യമായിട്ട് ഉന്നയിക്കുന്ന സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം ജനുവരി 26 എന്ന് പറയുന്ന ദിവസം പൂർണ്ണ സ്വരാജ് ഡേ എന്ന് പറയുന്ന ദിവസമായിട്ട് ആചരിക്കാൻ നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ്, അതിനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭരണഘടന ജനുവരി 26 1950 റിപ്പബ്ലിക് ആയിട്ടുള്ളത്. ഈ ഒരു പ്രാധാന്യം വെച്ചിട്ടാണ്. അപ്പോൾ പൂർണ്ണ സ്വരാജ് എന്ന ആശയം ആദ്യമായിട്ട് കോൺഗ്രസ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന സമ്മേളനം 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ്. അതുപോലെ മൗലിക അവകാശ പ്രമേയം പാസ്സാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. ഇനി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഗാന്ധിജിയുടെ നോമിനിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് വരുന്നത്. 52ാം സമ്മേളനം ത്രിപുരി 1939 നടന്ന ത്രിപുരി സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായിട്ട് മാറുന്നത്. ഇനി സ്വതന്ത്ര സമയത്ത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായത് JB കൃപലാനിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതുപോലെ സ്വതന്ത്രത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ചതും മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതോടുകൂടി നമുക്കൊന്ന് ചേർത്ത് വായിക്കാം.
സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ ജയ്പൂരിൽ നടന്ന 1948 നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹം അധ്യക്ഷനായിട്ട് മാറുന്നത്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ ഗാന്ധിജിയുടെ വളരെ അടുത്ത ഒരു ആളായിരുന്നു പട്ടാഭി സീതാരാമയ്യ. അതുപോലെ അടുത്തൊരു ഫാക്ട് എന്ന് പറയുന്നത് സോഷ്യലിസം കോൺഗ്രസിന്റെ ലക്ഷ്യമായി പ്രഖ്യാപിച്ച സമ്മേളനമാണ് 1955 അവാർഡി സമ്മേളനം. അതിന്റെ അധ്യക്ഷൻ UN ദബ്ബാർ ആയിരുന്നു. UN ദബ്ബാർ. ഇനി സ്വതന്ത്രത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് വേദിയായിട്ടുള്ള നഗരമാണ് കൽക്കട്ട നഗരം. സ്വതന്ത്രത്തിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് വേദിയായിട്ടുള്ള നഗരമാണ് ഡൽഹി നഗരം. അപ്പോൾ ഇത്രയുമാണ് കോൺഗ്രസിനെ കുറിച്ച് നമുക്ക് പ്രധാനമായും ആധുനിക ഇന്ത്യ എന്ന ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ല നമസ്കാരം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.